ചേട്ടാ നമസ്കാരം. നമസ്കാരം. റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനിടെ കൈവിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി. അതേസമയം യുക്രൈനിയൻ ആക്രമണത്തിൽ ക്രിമിയയിലെ സൊവാസ്റ്റോപോളിൽ വൈദ്യുതി തടസ്സമുണ്ടായതായ റിപ്പോർട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ US പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ബിജേട്ടൻ പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടോ? അതായത് ട്രംപ് യുദ്ധം ഇപ്പം നിർത്തണമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞപ്പോഴാണ് അവന്മാര് യുദ്ധം തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അപ്പോഴാണ് ട്രംപ് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വന്നത്. അറം പറ്റിപ്പോയണ്ണ നിങ്ങളുടെ വാക്ക്. അതുപോലെ തന്നെ ട്രംപ് കഴിഞ്ഞ ദിവസം പുടിനെ വിളിച്ച് സംസാരിച്ചു യുക്രൈൻ യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് പുടിൻ റഷ്യയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ച് ശക്തി പ്രകടിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ട്രംപാണ് സത്യം പറഞ്ഞ ലോക മാൻഡ്രേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ കെയ്വ് നിന്ന് കത്തി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 10-ലധികം സ്ഫോടനങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് ഒരു AFP പത്രപ്രവർത്തകൻ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈന്റെ തലസ്ഥാനമായിട്ടുള്ള കെയ്വിൽ ബാലിസ്റ്റിക് മിസൈൽ തിരമാലകൾ വിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ആക്രമണത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തി യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തതിന് വെറും 24 മണിക്കൂറിന് ശേഷമാണ് റഷ്യയുടെ വലിയ ആക്രമണം ഉണ്ടായത് എന്ന് പറഞ്ഞത്. ശത്രു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ്. യുക്രൈനിയൻ തലസ്ഥാനത്തിന്റെ സൈനിക ഭരണകൂടത്തിന്റെ തലവനായിട്ടുള്ള ടൈമൂർ ടങ്കാചെങ്കോ ടെലിഗ്രാമിൽ ഇങ്ങനെയാണ് എഴുതിയത്. ടെലിഗ്രാമിലാണ് കേട്ടോ ഇതിന്റെ. അപ്പോൾ ഈ ടെലിഗ്രാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ യുദ്ധത്തിൽ എവിടെ തുടങ്ങിയാലും അപ്പോൾ വരും മെസ്സേജ്. ഇസ്രായേലിനെ കുറിച്ചുള്ള യുദ്ധത്തിന്റെയൊക്കെ വിത്ത് വിഷ്വല് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആ മെസ്സേജ് അപ്പോൾ വരും. ഇപ്പൊ പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ ഈ നമ്മുടെ എവിടെ നിന്നാണ് ഇതൊക്കെ എടുക്കുന്നതെന്ന്. അതിനൊക്കെ പല പല രീതികളുണ്ട്. ടെലഗ്രാം ഇതിന്റെ നല്ലൊരു ഉണക്കത്തങ്ങാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള. അതിനകത്ത് അപ്പോൾ വരും. അതിനകത്ത് വന്ന ഞാനിത് കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. ശത്രു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ് ടൈമൂർ ടങ്കാചെങ്കോ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ വേറൊരു കാര്യം പറയുന്നത്, നാറ്റോയുടെ ഒരു യോഗം ഈ തുർക്കിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പൊ തുർക്കി ആ യോഗം നടക്കുന്നു എന്നറിഞ്ഞ്, സാധാരണ തുർക്കി അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഇപ്പൊ യോഗം നടക്കുന്നു എന്ന് കണ്ട് തുർക്കി ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വമ്പൻ സൈനിക വിന്യാസമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. കാരണം അതിനിടയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള ഒരു സാധ്യത തുർക്കി കാണുന്നു. അല്ലാതെ തുർക്കി അങ്ങനെ ചെയ്യില്ല. കാരണം എത്രത്തോളം ഭീകരവാദികളെ പിടിച്ച് അനുനയ ചർച്ചകൾ നടത്തി എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി വിട്ട രാജ്യമാണ് തുർക്കി എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായിരിക്കും തുർക്കി ഈ സൈനിക വിന്യാസം നടത്തുന്നതിന് പിറകിൽ ഈ ട്രംപ് പുടിനോട് എന്തായിരിക്കും സംസാരിച്ചത്? അല്ല, പുടിന് ഇത്രയ്ക്ക് ദേഷ്യം വരണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ട്രംപ് പുടിനോട് സംസാരിച്ച് കാണുമല്ലോ എന്ന് തോന്നുന്നു. ശരിയാണ് ധനുഷ് പറഞ്ഞപ്പോൾ ശരിയാണ്. ഒരു മാൻഡ്രേക്ക് പോലെ നമുക്ക് തോന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇതിനിവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നാറ്റോയുടെ ഒരു യോഗം, നിർണായക ഒരു യോഗം കൂടുകയാണ്. അത് ട്രംപ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഈ തുർക്കിയിൽ വെച്ച് നടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് മാക്സിമം യൂറോപ്പിനെ ഒരു ഭീഷണിയിൽ നിർത്തുക, അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുക ആർക്കാണ്? ഈ ഉക്രൈൻ. ഒരുപക്ഷെ ട്രംപ് പറഞ്ഞിട്ടാണോ ഈ പ്രഷർ കൊടുക്കുന്നത് നമുക്ക് അറിയില്ല. മാക്സിമം അവനെ ഞെരുക്കിയേക്ക്, അവൻ ഈ ചർച്ചയ്ക്ക് വരും, അന്നേരം ബാക്കി ഞാൻ ഇവിടെ ഒതുക്കിയേക്കാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പാണ് ഈ ഒരു പ്രഷർ. സെലൻസ്കി എന്താണ് ചെയ്തത്? 40 days ഇടതടവില്ലാതെ ഡ്രോൺ ആക്രമണത്തിലൂടെ റഷ്യയെ ഈ ചർച്ചാ ടേബിളിൽ കൊണ്ടുവരുന്നതിനാണ് ഉക്രൈൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിരന്തരം വമ്പൻ ആക്രമണം നടത്തുന്നത്. റഷ്യ ഇന്നലെ ചെയ്തത് അതിന്റെ ഒരു റിവേഴ്സ് പരിപാടി ആയിരിക്കാനാണ് സാധ്യത. കാരണം ഈ യോഗം തുടങ്ങാൻ പോവുകയാണല്ലോ. അത് മാത്രവുമല്ല, യൂറോപ്യൻസ് വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട്. കാരണം റഷ്യയുടെ ഒരു നില വളരെ പരിതാപകരമാണ് ഇപ്പോൾ. സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ തളർച്ച നേരിടുന്നു എന്ന് മാത്രമല്ല, പെട്രോളിന് വേണ്ടിയിട്ട് ആളുകൾ തെരുവിൽ തല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്. കാരണം ഈ ക്യൂ ആണ് അവിടെ ഈ പമ്പുകളിലൊക്കെ. ആ ക്യൂ ഒക്കെ തെറ്റിച്ച് വരുന്നതിന്റെ വിഷ്വൽസ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ. ഈ തെരുവിൽ കിടന്നിട്ട് പെട്രോളിന് വേണ്ടിയിട്ട് റഷ്യൻസ് അടികൂടുന്നതൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ അരാജകത്വത്തിലേക്ക് റഷ്യ നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുത്തേക്ക് മതിയാകും. ലക്ഷക്കണക്കിന് സൈനികരാണ് ഇപ്പോൾ തന്നെ റഷ്യക്ക് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ പുടിനെ സംബന്ധിച്ച് ഇനി ഒന്നേ ഉള്ളൂ, അറ്റകൈ പ്രയോഗം എന്നുള്ള രീതി. അപ്പോൾ ഈ യൂറോപ്യൻസും നാറ്റോ രാജ്യങ്ങളും കരുതുന്ന പുടിൻ ഇപ്പോൾ ഈ നാറ്റോ രാജ്യങ്ങളുടെ മീറ്റിംഗിൽ ഒരു തീരുമാനം എത്തിയില്ലെങ്കിൽ പുടിൻ ഒരു പക്ഷേ ശക്തമായ ആണവ ആയുധങ്ങൾ തന്നെ ഉക്രൈനെതിരെ മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കും. എല്ലാവരെയും ഇതിൽ പെടുത്തും. അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. കാരണം ഒരുത്തൻ അടിമതറി നിന്ന് കഴിഞ്ഞാൽ മുകളോട്ട് നോക്കിയ ആകാശവും താഴോട്ട് നോക്കിയ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് പിന്നെ എന്ത് നോക്കാനാണ്? ഒന്നും നോക്കാനില്ല. ആ ഒരു സാഹചര്യത്തിലേക്കാണ് അവിടെ നിൽക്കുന്നത്. അതിനിടയിൽ തന്നെ ഇന്നലെ നമ്മുടെ ഇറാനില് ഈ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുമായിട്ട് പിന്നെ ഒരു റാലി നടക്കുകയുണ്ട്. ആ റാലിയിൽ പങ്കെടുത്തവരെല്ലാം തന്നെ ഇറാനിയൻ പതാകയ്ക്കൊപ്പം തന്നെ ഒരു ചുവപ്പ് പതാകയും വീശി കാണിച്ചിരുന്നു. ചുവപ്പ് പതാക ഇറാനെ സംബന്ധിച്ച് അപകട മുന്നറിയിപ്പാണ്, പ്രതികാരത്തിന്റെ കളറാണ്. അപ്പോൾ അവർ വിളിച്ച മുദ്രാവാക്യം ട്രംപിനെ തീർത്ത് കളയും ഞങ്ങൾ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഇറാനിയൻ തെരുവോരങ്ങളിലൊക്കെ, തെരുവീഥികളിലൊക്കെ ഇന്നലെ നമ്മൾ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു വലിയ ഒരു ത്രെട്ട് അവിടെ കിടപ്പുണ്ട്. ഇതും കൂടെ കൊണ്ടാണ് തുർക്കി ഇപ്പോൾ ഒരു വലിയ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത്. കാരണം എവിടുന്നെങ്കിലുമൊക്കെ പണി വരാൻ സാധ്യതയുണ്ട്. കാരണം തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലകളിലൊക്കെ തന്നെ മിലീഷ്യൻസിന്റെ തീവ്രവാദ സംഘടനകളുണ്ട്, തുർക്കിയിൽ തന്നെയുണ്ട്.
ആ ഗ്രൂപ്പുകൾ ആരെങ്കിലും തന്നെ ഈ നാറ്റോ യോഗം നടക്കുന്നതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടത്തിയാൽ തുർക്കിയുടെ പണി അതോടുകൂടി തീരും. പിന്നെ ആ ഇതുവരെ ഉള്ള പുറംപൂച്ചെല്ലാം അതോടുകൂടി ഒതുങ്ങിക്കിട്ടും. എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതല്ല, അവിടെ ഒരു പടക്കം പൊട്ടിയാൽ പോലും തുർക്കിയുടെ ഇമേജ് അവിടെ തീർന്നില്ലേ. തുർക്കി എന്തോ സംഭവമാണെന്നാണല്ലോ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ പോലും കരുതുന്നത്. അതോടുകൂടി അവരുടെ പരിപാടി തീരും. അപ്പം അതും ഒരു വലിയ വിഷയമായി നിൽക്കുന്നു. ഇറാനിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയും അങ്ങനെ തന്നെയാണ്. എന്തിനേറെ പറയുന്നു, നമ്മളെ ഇവിടുന്ന് ഇവിടെ ഈ ഫൈസാവ് അയോധ്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഒരു മഠത്തിന്റെ ഒരു സന്യാസി, അദ്ദേഹം ഈ ഇറാനിലെ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നു. അദ്ദേഹം അവിടെ ചെന്നിട്ട് ഒരു തീപ്പൊരു പ്രസംഗം ട്രംപിനെതിരെ നടത്തി. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അതൊരു വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വൈറലായി അത്. അദ്ദേഹം അവിടെ ചെന്ന് അമേരിക്ക അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ നിന്ന് സന്യാസി അങ്ങോട്ടേക്ക് പോയത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റിലീജിയസ് ആയിട്ടുള്ള ഇദ്ദേഹം ഈ ഖമേനി എന്ന് പറഞ്ഞ രാഷ്ട്രത്തലവൻ മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ്. ഈ ആത്മീയ നേതാക്കന്മാർ മരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളവരെ ക്ഷണിക്കാറുണ്ട് അവര്. ഈ എല്ലാ വിഭാഗക്കാരും, സിഖുകാരും പോയിരുന്നു, സിഖിന്റെ ലീഡർ പോയിരുന്നു, ഹിന്ദു ലീഡർ പോയിരുന്നു, ഷിയകളുടെ ലീഡർ പോയിരുന്നു, അങ്ങനെയുള്ളവരൊക്കെ പങ്കെടുക്കാറുണ്ട് അതിൽ. കാരണം അത് അവർ ക്ഷണിക്കുന്നതാണ്. ക്ഷണിക്കുമ്പോൾ ഇവർക്ക് നമ്മളുടെ രാജ്യം പെർമിഷൻ കൊടുക്കും പോകാനായിട്ട്. സ്വാഭാവികം മാത്രമാണ് അത് നടപടി. കാരണം എല്ലാ രാജ്യത്തിന്റെ രാഷ്ട്രത്തലവന്മാർ മരിക്കുമ്പോഴും ഈ പരിപാടിയില്ല. ഈ ആത്മീയ നേതാക്കന്മാർ മരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ട്രംപ് നാളെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇവിടുന്ന് സന്യാസിമാരും സിഖുകാരൊന്നും പോകത്തില്ല. അത് രാഷ്ട്രത്തലവനാണ്. ഇതൊരു ആത്മീയ നേതാവാണ്. ഒരു ഷിയ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ ആത്മീയ ആചാര്യനാണ്, ആത്മീയ നേതാവ്. അപ്പൊ അത് പോയി ഇദ്ദേഹം അവിടെ പോയിട്ട് ഒരു അനുശോചന പ്രസംഗം നടത്തി. ഈ അനുശോചന പ്രസംഗമാണ് ഇപ്പോൾ ഇറാനികൾ അവരുടെ സോഷ്യൽ മീഡിയയിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര വൈറലായത്. ഇത് നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം വിശദമായിട്ട് തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണെങ്കിൽ ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഇതായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ട്രംപിനെതിരെയൊക്കെ. അപ്പം ഇങ്ങനെ വന്നിട്ടൊരു വലിയ വികാരമുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഒരുപക്ഷെ ഈ നാറ്റോ യോഗത്തിനിടയ്ക്ക് എന്തെങ്കിലും അനിഷ്ട സംഭവം, യോഗത്തിനിടയിലല്ല, ആ യോഗം നടക്കുന്ന ഇല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന ഹോട്ടലിന് സമീപമോ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഫോടനം നടക്കുമോ എന്നൊരു ഭയമുണ്ട്. പിന്നെ റഷ്യ ചിലപ്പോൾ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താലും, കാരണം റഷ്യയും തുർക്കിയായിട്ട് ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല. ഒരു സമയത്ത് നല്ല ബന്ധത്തിലായിരുന്നു, പക്ഷെ ഇപ്പോൾ അത്ര നല്ല ഒരു ബന്ധത്തിലേക്കല്ല അവർ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടെ വെച്ചുകൊണ്ട് അങ്ങനെയും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ ഒരു വലിയ വില്ലൻ ഈ തുർക്കിയുടെ തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്, ഇസ്രായേല്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കിരിയും പമ്പുമായിട്ട് നിൽക്കുന്ന, ഈ അടുത്താണ് എർദോഗൻ ഒരു വെല്ലുവിളി നെതന്യാഹുവിന് നേരെ നടത്തിയത്, ഇല്ലാതാക്കും, തീർത്ത് കളയുമെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു വെല്ലുവിളി വന്നിട്ടുണ്ട്. നിലവിൽ തന്നെ വ്യോമപാതയും തുറമുഖങ്ങളും തുർക്കി ഇസ്രായേലിന് മുമ്പിൽ അടച്ചിരിക്കുകയാണ്. ചരക്കുകൾ ഇതുവഴി വേണ്ട. നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രസിഡന്റ് അതിന്റെ മുകളിൽ കൂടെ പറന്നിട്ട് അസർബൈജാനിലോ മറ്റോ പോകുമ്പോൾ വ്യോമപാത ഇതാക്കി കളഞ്ഞു, ഇതുവഴി പറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യം, അങ്ങനെ വലിയ ടെൻഷനിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണത്. അവർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ആരെങ്കിലും കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ളതേ ഉള്ളൂ. മൊസാദിനെയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാരസംഘടനയോ വെച്ചൊരു ചാവേറിനെ സെറ്റപ്പ് ആക്കിയാൽ മാത്രം മതി. ചാവേറിന് ഒരു പഞ്ഞുമില്ലാത്ത ഏരിയകളാണ് അതല്ല. അപ്പൊ അങ്ങനെയും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നാനാ വഴിക്കൂടുള്ള ശത്രുക്കളുടെ നടുക്കിൽ നിന്നാണ് ഈ നാറ്റോ യോഗം കൂടുന്നത്. ഈ നാറ്റോ യോഗം കൂടുമ്പോഴത്തേനും പ്രധാന അജണ്ട റഷ്യ തന്നെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. കാരണം ട്രംപ് പറഞ്ഞു റഷ്യയുടെ ഈ യുദ്ധം തീർത്തേ പറ്റൂ, ഇനി ഇത് മുമ്പോട്ട് പോകാൻ ഇതില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ റഷ്യ കൂടുതൽ പ്രഷർ യൂറോപ്യൻസിനും ഇല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിനും ഉക്രൈൻ നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇടതടവില്ലാതെ ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ജനവാസ കേന്ദ്രങ്ങളാണ് ചെയ്യുന്നത്. സാധാരണ റഷ്യ ഇതുവരെയുള്ള ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങൾ അവർ അറ്റാക്ക് ചെയ്യാറില്ലായിരുന്നു. ഇപ്പൊ ജനവാസ കേന്ദ്രങ്ങൾ നോക്കി തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവിടെ ഒരു കോംപ്രമൈസിന്റെ ഒരു വേദി ഒരുങ്ങുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതല്ല, ഈ ഉക്രൈൻ മാത്രമല്ലല്ലോ ഇതിനകത്ത് നിൽക്കുന്നത്. ഉക്രൈനെ പിന്തുണയ്ക്കുന്ന കുറെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഈ ഇദ്ദേഹത്തെ എന്താ പറയുന്ന ഈ പിരികൊടുത്തു വിടുന്ന കുറെ താരങ്ങളുണ്ട്. അവരാണ് ഈ UK, ജർമ്മനി, ഫ്രാൻസ്, ഇവരൊക്കെ കൂടാണ് ഈ ഉക്രൈന്റെ പിന്നിൽ നിന്നിട്ട് ഈ മാക്സിമം എന്താ പറയുന്നത് പിരികേറ്റി വിടുന്നത്. ഇതിന്റെ ടൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അവർ പറയുന്നത് ഈ ഇവിടെ നമ്മൾ തലകുനിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻസിന്റെ അഭിമാനം കപ്പൽ കയറും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ലോകത്ത് ഒരു രാജ്യത്തിന്റെ അഭിമാനമല്ല പ്രശ്നം, നിലനിൽപ്പാണ് പ്രശ്നം. കാരണം നമ്മൾ കണ്ടതാണ് ഒരു ഹോർമുസ് അടച്ചപ്പോൾ തന്നെ ലോകത്തിന്റെ അവസ്ഥ. ആ യുദ്ധം നീണ്ടു നിന്നിരുന്നെങ്കിൽ അവസ്ഥ എന്താണ്? നമ്മൾ ട്രംപിനെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാലത്തൊക്കെ പറഞ്ഞ ട്രംപിനെ നമിക്കണം. കാരണം അദ്ദേഹം ആ യുദ്ധം അവസാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ എന്താകുമായിരുന്നു അവസ്ഥ? 114 രൂപയായി നമ്മുടെ നാട്ടിൽ പെട്രോളിനും. ആ യുദ്ധം ഇനിയും നീണ്ടുപോയിരുന്നെങ്കിൽ ഈ 114 എന്നുള്ള 150 രൂപയായിരുന്നു. നമുക്ക് മോദിയെ ചീത്ത വിളിക്കാന്നല്ലാതെ അതിന് അപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല. കാരണം യാഥാർത്ഥ്യം ഇത് സാധനം വരണ്ടേ? ക്രൂഡ് ഓയിൽ വന്നെങ്കിൽ മാത്രമല്ലേ അത് പെട്രോൾ ആക്കിയിട്ട് വണ്ടിക്കകത്ത് ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ല മോദി വിചാരിച്ചു കഴിഞ്ഞാൽ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അത് നീണ്ടുപോയിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധി വന്നേനെ, നമ്മുടെ രാജ്യം അടക്കം വന്നേനെ. എന്തായാലും ആ യുദ്ധം എങ്ങനെയെങ്കിലും അവർക്ക് പൈസ കൊടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടപാടിലോ അത് നിന്നത് വലിയൊരു ഉപകാരം എന്ന് പറയുന്നു.
ഇനി റഷ്യയുടെയും കൂടെ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഊർജ്ജ പ്രതിസന്ധി കുറച്ച് കുറയും. നമ്മളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ വളം ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യ. വളം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇതെല്ലാം ഉണ്ട്. ഇതിന്റെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഈ ക്രൂഡ് ഓയിലാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. ക്രൂഡ് ഓയിൽ അതിനേക്കാളും നമ്മൾ മൂന്നാം സ്ഥാനം, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന മൂന്നാമത്തെ കാര്യം വളം ഇറക്കുമതി ചെയ്യാനാണ്. കാരണം കാർഷിക രാജ്യമാണ് ഇന്ത്യ. ഒരു 80% പേരും കാർഷിക വൃത്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. കാർഷിക വൃത്തി എന്ന് വെച്ചാൽ കൃഷിക്കാർ മാത്രമല്ല, കൃഷി നടത്തുന്നവരും ഈ എല്ലാ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേഖലകളുണ്ടല്ലോ. ഈ ഫാർമേഴ്സിൻ്റെതായ ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകൾക്ക് ബന്ധപ്പെട്ട 80% ആൾക്കാരുടെ സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ ചൈന നമുക്ക് യൂറിയയും മറ്റും തരുന്നത് കുറച്ചപ്പോഴാണ് നമ്മൾ റഷ്യയിൽ നിന്ന് കൂടുതൽ വാങ്ങാൻ തീരുമാനിച്ചത്. നമ്മുടെ 4 കമ്പനികൾ അവിടെ കൊണ്ട് ഇടുകയും ചെയ്തിരുന്നു, അവിടെ നിന്ന് കൂടുതൽ വളം ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഇറാനുമായിട്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡീലിംഗ് ഇല്ല. ഇനിയിപ്പം ഇതെല്ലാം സമാധാനത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ഗുണമാകും, എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും. അതാണ് നമ്മൾ ഈ യുദ്ധം അവസാനിക്കുക. യുദ്ധം നമുക്ക് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കേൾക്കാനും കാണാനും ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് അതിന്റെ തിക്തഫലങ്ങൾ നമ്മളിപ്പോ വിചാരിക്കും റഷ്യ ഉക്രൈനും അങ്ങ് ദൂരെ കിടക്കുകയല്ലേ, ആ 2 രാജ്യങ്ങൾ തമ്മിൽ അടിച്ചാൽ നമുക്കെന്താ എന്ന് നമുക്ക് ചിന്തിക്കാം, സ്വാഭാവികമായിട്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിലും ഗ്യാസും കൊണ്ടുപോയി യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കതും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ ഒരു വലിയ സംഘർഷം വന്നു കഴിഞ്ഞാൽ അവിടെ അത് നിലച്ചു കഴിഞ്ഞാൽ ഈ ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധി വരും. അപ്പോൾ അവർ എവിടെ നിന്നായിരിക്കും കൂടുതൽ വാങ്ങാൻ തയ്യാറാവുക? മിഡിൽ ഈസ്റ്റിൽ നിന്നായിരിക്കും. മിഡിൽ ഈസ്റ്റിൽ നിന്ന് എല്ലാവരും കൂടെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില എവിടെ ചെന്ന് നിൽക്കും? ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായ സാധനങ്ങളുടെ വിലയും കൂടും. സ്വാഭാവികമായിട്ട് എത്ര രൂപ ചെന്ന് നിൽക്കും? കാരണം ഇവിടെ മാത്രമേ കൂടുതൽ എടുക്കാനുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിക്കാൻ സൗകര്യമുള്ള സ്ഥലം മിഡിൽ ഈസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഈ കണ്ട രാജ്യങ്ങളെല്ലാം കൂടി ഇങ്ങോട്ട് വന്നിരിക്കേണ്ടി വരും, ഒരു സാഹചര്യം വരും. ഇതൊക്കെയാണ് ഇതിന്റെ ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ. ഇത് ഒരു ക്രൂഡ് ഓയിലിന്റെ കാര്യം മാത്രമല്ല. ഇനി കടലിലാണ് ഈ യുദ്ധം വളരെ രീതിയിൽ കൊടുമ്പിരി കൊള്ളുന്നെങ്കിൽ എന്തായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ എങ്ങും നടക്കില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തു നിന്ന് പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, അതും നമ്മുടെ ഇൻകമാണ്. കയറ്റുമതികളൊന്നും നടക്കാതെ വരും, ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളൊന്നും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ ലോകം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഓരോ യുദ്ധം നടക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും, നിങ്ങൾ തന്നെയല്ലേ എല്ലാ ദിവസവും വന്ന് യുദ്ധത്തിന്റെ വാർത്ത പറയുന്നത് എന്ന് ചോദിക്കാം. അതൊരു വാർത്തയാണ്, അത് ജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം യുദ്ധം വരണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ യുദ്ധം നടക്കണമെന്നല്ല. കാരണം യുദ്ധം ലോകത്ത് ആരെയും ജയിപ്പിക്കാറില്ല, തോൽപ്പിക്കാറേ ഉള്ളൂ. എല്ലാവരും തോൽക്കുന്നത് യുദ്ധത്തിലാണ് എന്ന് മാത്രമാണ്. അത് ഒരു വിജയി എന്ന് പറയുന്ന ഇതില്ല. വിജയിക്കുന്നവന്റെ രാജ്യവും നോക്കിക്കഴിഞ്ഞാൽ അവനും വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും. അവരുടെ പട്ടാളക്കാര്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇല്ലെങ്കിൽ അവരുടെ ജനങ്ങൾ ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും അല്ലെ. അങ്ങനെ ഒരുപാട് പേരെ കൊന്നിട്ട് നമ്മൾ വിജയിക്കുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ബുദ്ധന്റെ വഴിയെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും.